തിലകം തിരുവനന്തപുരത്ത്. തിലകമണിയും തിരുവനന്തപുരത്ത് ഉറപ്പായിട്ടും. വലിയ തരത്തിലുള്ള വോട്ടിംഗ് മൈൻഡ് സെറ്റ് മാറ്റം വന്നിട്ടുണ്ട്. ഞങ്ങളുടെ സ്പെക്യുലേഷനും കാൽക്കുലേഷനും എല്ലാം അതിൽ തന്നെ. വികസനോന്മുഖമായ പ്രചരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇലക്ഷൻ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തതാണ്. പക്ഷേ ജനങ്ങൾക്ക് ആ നോട്ടം വന്നിരിക്കുന്നു. ആ നിലയ്ക്ക് ഉറപ്പായിട്ടും മോദി സർക്കാരിൻ്റെ രാജ്യമെമ്പാടുമുള്ള, ഇനി രാജ്യത്തിന് പുറത്ത് തന്നെ ഭാരതത്തിന് ഇന്ന് ലഭിക്കുന്ന യശസ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അതിൻ്റെ പ്രതിഫലനം ഉറപ്പായിട്ടും തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലുണ്ടാകും. കാരണം അടിസ്ഥാനപരമായ വികസനത്തിന് വേണ്ടുന്ന ഒരു ഡിസൈൻ, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അതിന്ന് ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA സഖ്യത്തിൻ്റെ ഭരണത്തിലൂടെ മാത്രമാണ് സാധ്യമാവുന്നതെന്ന ഒരു ചിത്രം, കൽപ്പന, സ്വപ്നം എല്ലാം ജനങ്ങളിലുണ്ട്. അത് സാക്ഷാത്കരിക്കപ്പെടുന്ന രീതിയിൽ കേരളം എന്ന് ഞാൻ എടുത്തു പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ കൊണ്ടാണ്. പക്ഷേ ആ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് പുറത്തേക്ക് ജനങ്ങൾ രാഷ്ട്ര കാലാവസ്ഥയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് എണ്ണമോ അല്ലെങ്കിൽ ഉറപ്പിച്ച് നമ്മുടെ ആത്മവിശ്വാസമാണോ ആ ഉറപ്പാണ് പറയുന്നത്. പക്ഷെ ജനങ്ങൾ നിശ്ചയിക്കട്ടെ. കേവല ഭൂരിപക്ഷം ഉണ്ടാവുമോ? എങ്ങനെയാണ് ഏറ്റവും കേവല ഭൂരിപക്ഷം നേടാൻ സാധിക്കുമെന്നാണോ? കേവല ഭൂരിപക്ഷമാണോ നല്ല ഭൂരിപക്ഷമാണോ അത് ജനങ്ങളെന്ന് തീരുമാനിക്കും. ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ഒളിമ്പിക്സ് കേരളത്തിലല്ല കൊണ്ടുവരുന്നത്. കേരളത്തിലേക്ക് ഒരു ഇവന്റ് കിട്ടിയാൽ മതി. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതങ്ങനെയാണ് ഒളിമ്പിക്സ് എല്ലാ രാജ്യങ്ങളിലും നടക്കുന്നത്. ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ പറഞ്ഞത്? കേരളത്തിനൊരു സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ശ്രദ്ധയിലുണ്ടോ? കൊല്ലത്തെ സ്റ്റേഡിയം കിടക്കുന്ന കിടപ്പെന്താണ്? ഇവിടെ ഇന്നിപ്പോൾ അദ്ദേഹം തന്നെ നടത്തിയ ഒരു കോൺക്ലേവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നപ്പോൾ ഒരു സ്പോർട്സ് പേഴ്സൺ, ഒരു സീനിയർ അല്ല, എനിക്ക് തോന്നുന്നൊരു 32-35 വയസ്സുള്ള ഒരു വനിതയാണ് വന്നിരുന്ന് പറഞ്ഞത് സ്പോർട്സ് ഓപ്പർച്യൂണിറ്റീസ് കേരളത്തിലിരുന്നു കൊണ്ടാണ് പറഞ്ഞത്. ലാക്കിങ്സ്. അപ്പോൾ അതിൽ നിന്ന് സർജ് വരേണ്ടത് ഭരണതലത്തിൽ തന്നെയാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. ഒരു പൊളിറ്റിക്കൽ എക്സസൈസ് അവിടെ നടക്കുന്നതിന് ശേഷം ഉറപ്പായിട്ടും ട്രെയിനിങ്ങിനും പ്രാക്ടീസിനും അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരു മേഖലയിൽ ഇതേ രാഷ്ട്രീയക്കാർ, വികസനത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന രാഷ്ട്രീയക്കാർ എന്തുകൊണ്ട് അടുത്ത അവകാശിക്ക് അടുത്ത ദിവസം അത് ഒഴിച്ചിട്ട് കൊടുക്കുന്നില്ല? പക്ഷേ രാജ്യത്തിന് ഒളിമ്പിക്സ് രാജ്യത്തിന് പോലും കിട്ടിയിട്ടില്ല എന്നൊരു പ്രശ്നമുണ്ട്. അങ്ങനല്ലേ? ഇനി അങ്ങോട്ടുള്ള രാജ്യങ്ങൾക്ക് എത്ര പേർക്ക് കിട്ടി? അങ്ങനെയാണോ? ഫിഫ ആയാലും ഓരോ രാജ്യങ്ങളും അവരുടെ കരുത്ത് വ്യക്തമാക്കി അറിയിക്കും. ഞങ്ങൾക്ക് ഇന്ന കമ്പോണൻസ് ഉണ്ട്. ആ കമ്പോണൻസിൻ്റെ കമ്പാരിറ്റീവ് സ്റ്റഡിയൊക്കെ നടത്തിയിട്ടാണ് ഒളിമ്പിക് അസോസിയേഷൻ ഇത് കൊടുക്കുന്നത്. ഇന്ത്യക്ക് അതിനുള്ള പ്രാപ്തിയുണ്ടോ എന്ന് പറയുന്ന അൾട്ടിമേറ്റ് പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ്. കമ്പീറ്റ് ചെയ്യുന്ന രാജ്യങ്ങളിൽ ആർക്കെങ്കിലും മുൻഗണനയുണ്ടെങ്കിൽ അവർക്ക് പോകും. അതുകൊണ്ടാണ് വ്യക്തമായിട്ട് ഇതൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ പറയാൻ പറ്റൂ. ഉറപ്പായിട്ടും ജനങ്ങൾക്കതേ ഉള്ളൂ. വിശ്വാസ സംരക്ഷണം എന്ന് പറയുന്നത് വിശ്വാസികൾ നോക്കിക്കൊള്ളും. ആ വിശ്വാസികളുടെ കരുത്ത് വോട്ടിങ്ങിൽ വരും. താങ്കളുടെ ഒരു സഹപ്രവർത്തകനെ ഒരു കേസിൽ നിന്ന് ഇന്നലെ വെറുതെ സോറി അത് കോടതി തീരുമാനിച്ചോളും. ഞാൻ 2017 ഇത് തന്നെയാണ് പറഞ്ഞത്. കോടതി തീരുമാനിക്കട്ടെ. കോടതി തീരുമാനിക്കട്ടെ. ആയിട്ടില്ലല്ലോ. ഇല്ല, ഫൈനൽ വിധി വന്നിട്ടില്ലല്ലോ. ഫൈനൽ വിധി വന്നിട്ടില്ല. വിധി പ്രഖ്യാപനം വരുന്നതിന് ഇനിയും നമ്മൾ 2 ദിവസം 12-ാം തീയതി വരെ കാത്തിരിക്കണം. അത് എന്ത് തന്നെയായാലും നമ്മളത് അംഗീകരിക്കുന്ന
ഒരു സമൂഹമല്ലേ? ഇല്ലെങ്കിൽ പിന്നെ ജനാധിപത്യ സംവിധാനത്തിന് വേണ്ടി നിങ്ങൾ തന്നെ അങ്ങനെ ചില ഈ രാജ്യത്തെ ഉടയ്ക്കാൻ നിൽക്കുന്നവരുടെയൊക്കെ വാദമുഖങ്ങൾ ശബ്ദമായി ഉയരുമ്പോൾ നിങ്ങൾ എന്തിനാണ് അതിനെ പിന്തുണയ്ക്കാൻ പോകുന്നത്? സംവിധാനമല്ലേ നേരെ പോകുന്നത്? പോകട്ടെ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുകയാണെങ്കിൽ ഈ തലസ്ഥാനത്ത് തന്നെ BJP-യുടെ 2 നേതാക്കൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങളടക്കമുണ്ടായി. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ല എന്നാണ്? എന്തിനു ബാധിക്കണം? ജനങ്ങൾക്കത് വിഷയമാണോ? അത് പാർട്ടിക്കുള്ളിലെ വിഷയങ്ങളല്ലേ? അത് ജനങ്ങൾക്ക് വിഷയമാണോ? ജനങ്ങൾക്ക് നിങ്ങൾ ആരെയാണ് കൊണ്ട് ചെന്ന് അവരുടെ 5 വർഷത്തെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അതിന് അനുഗ്രഹമായി തീരേണ്ട പ്രോമിസിംഗ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ അത് പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ രീതിയിൽ അതൃപ്തിയുണ്ട്. കാരണം അതുമായി ബന്ധപ്പെട്ട് 2019 അതിനിവിടെ പോലീസുണ്ട്, അതിനിവിടെ കോടതിയുണ്ട്. അവരത് നിശ്ചയിക്കട്ടെ. നിങ്ങൾ പാർട്ടി പ്രവർത്തകർ ആത്മഹത്യ ചെയ്തതിനെ കുറിച്ചാണ് പറയുന്നത്. ജീവച്ഛവങ്ങളായിട്ട് കരുവന്നൂർ കിടപ്പുണ്ട് കുടുംബങ്ങൾ. അന്വേഷിച്ചോ നിങ്ങൾ? ഈ ഇലക്ഷൻ അതാ പറഞ്ഞ് അത് നിങ്ങൾ പാർട്ടി പ്രവർത്തകന്റെ കാര്യമാണ് പറയുന്നത്. കരുവന്നൂർ, മാവേലിക്കര, അങ്ങനെ ഏത് പാർട്ടിക്കാർ നടത്തുന്ന കോപ്പറേറ്റീവ് സെക്ടറിൽ ബാങ്ക് ആയാലും ശരി തന്നെ ഷുഡ് ബി അണ്ടർ സ്കാനർ. They have to face punishment if they have erred, if they have gone wrong, if they have done injustice to the people. ശശി എന്ന് പറയുന്ന രോഗശയ്യയിൽ കിടന്നിരുന്ന ആളിന് ചികിത്സയ്ക്കുള്ള പണം കരുവന്നൂരിന് കൊടുക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ ആത്മഹത്യക്ക് തുല്യമായ മരണം വരിക്കേണ്ടി വന്നു. അതന്വേഷിക്കും. അല്ല, ഇത് അതെ, പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് അതിന്റെ സത്യം വെളിയിൽ കൊണ്ടുവരട്ടെ. 2019 ശബരിമല വലിയൊരു ചർച്ചയായി തെരഞ്ഞെടുപ്പ് കാലത്ത്. ഇത്തവണ ശബരിമല വേറെ രീതിയിൽ, അന്ന് ആചാര സംരക്ഷണമാണെങ്കിൽ ഇന്ന് ശബരിമല സംഭവമായി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ചയാകുന്നത്. അതിനെക്കുറിച്ച് ഞാൻ അത് തെരഞ്ഞെടുപ്പിനൊരു വിഷയമായി അവതരിപ്പിക്കില്ല എന്ന് പറഞ്ഞതിന് പ്രത്യേക കാരണം ഒരു SITയെ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. അവരുടെ നിഗമനങ്ങളെ വഴിതെറ്റിക്കുന്ന തരത്തിൽ ഉത്തരവാദിത്വമുള്ള സത്യപ്രതിജ്ഞ ചെയ്ത് കയറിയ ഒരു മന്ത്രിക്ക് പ്രചരണ യോഗങ്ങളിൽ പോലും ഇപ്പോൾ അവരുടെ നിഗമനങ്ങളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്ന രീതിയിൽ പ്രചരണത്തിന് പോലും അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന മാന്യത കാത്തു സൂക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് വിഷയവും തൊടാത്തത്. ഇതൊക്കെ ദിലീപിനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിനീഷ് കോടിയേരിക്കും അതുതന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, മുകേഷിനും അതുതന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ നിലപാടില് ഒറ്റ നിങ്ങൾ ബഹുമാനിച്ചേ മതിയാവും. ഒറ്റ നിലപാടാണ്. പാർട്ടി ഒന്നും പ്രശ്നമേ അല്ല. കേന്ദ്രമന്ത്രി നിലയിൽ താങ്കൾ അത് ഉന്നയിച്ചില്ല. പക്ഷേ രാഷ്ട്രീയ പാർട്ടി നിലയിൽ BJP അത് ഉന്നയിക്കണമല്ലോ, അത് അവരുടെ അവകാശമല്ലേ. അല്ല, അത് ജനങ്ങളെ സ്വാധീനിക്കില്ലേ, വോട്ടർമാരെ സ്വാധീനിക്കുമോ എന്നാണ് എങ്ങനെ വിലയിരുത്തുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിശ്വാസികൾ അവരുടെ പ്രതികാര നടപടി ഈ ഇലക്ഷനിലും അവർ നടപ്പിലാക്കിയിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.